കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച ശ്രീരാമനവമി രഥയാത്രയ്ക്ക് ജില്ലയിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. പാലക്കാട് രാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ രഥയാത്രയ്ക്ക് സ്വീകരണമൊരുക്കിയത്. തൂതഭഗവതി ക്ഷേത്രത്തിലെ ആദ്യ സ്വീകരണത്തിനു ശേഷം വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് 5:30 ചിറ്റലഞ്ചേരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെത്തി. വിപുലമായ സ്വീകരണമാണ് ക്ഷേത്രത്തിൽ നൽകിയത്. നിരവധി ഭക്തജനങ്ങൾ ശ്രീരാമനവമി രഥയാത്ര ദർശിക്കാൻ ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെത്തിയിരുന്നു. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതിയാണ് ശ്രീരാമനവമി രഥയാത്ര നയിക്കുന്നത്. രാമന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. നല്ലൊരു സന്ദർഭം കിട്ടിയിട്ട് രാവണ യുദ്ധത്തിന് നല്ലൊരു സന്ദർഭം കിട്ടിയിട്ട് രാവണനെ തന്റെ ഉള്ളം കയ്യിൽ കിട്ടിയിട്ട് ആ ഭഗവാൻ രാവണന്റെ അരികില് ചെന്ന് നിന്നിട്ട് തന്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയ ആ രാവണനോട് അല്പം പോലും വിരോധമില്ലാതെ തന്റെ മാതാവായ കൗസല്യാദേവിയെ ഉപദ്രവിച്ചവനായ ആ രാവണനോട് അല്പം പോലും മനസ്സിൽ വിരോധം വയ്ക്കാതെ വളരെ ഭംഗിയായിട്ട് ചോദിക്കുന്നു, രാവണ, നിനക്ക് ക്ഷീണമുണ്ടല്ലോ, അങ്ങ് പോയി ഇനി ഒരു ദിവസം യുദ്ധത്തിന് വരൂ എന്ന് പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ്. ക്ഷമയുടെ പ്രതീകമാണ് രാമൻ. ഇത്രമാത്രം നമ്മളില് ക്ഷമ എന്നുള്ളതായ വിഷയം. 2025 മാർച്ച് 15 മുതൽ ഏപ്രിൽ 6 വരെയാണ് രഥയാത്ര നടക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലുമാണ് യാത്രാ പര്യടനം നടത്തുന്നത്. 6:45 മഞ്ഞപ്ര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സ്വീകരണത്തിനു ശേഷം യാത്ര തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു. UTV ന്യൂസ്, പാലക്കാട്.